യുവ എഴുത്തുകാരൻ ഷാജി നാരായണന്റെ ഒറ്റയാൾക്കൂട്ടം കഥാസമാഹാരം പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ കഥാസമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിച്ചു. ആഘോഷഘട്ടത്തിൽ ചേർത്ത് പിടിക്കേണ്ടതിനെ മലയാളികൾ വിട്ടുകളയുന്ന രീതിയാണ് വർത്തമാനകാലത്ത് പല സ്ഥലത്തും പ്രകടമാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മനുഷ്യഭാവങ്ങളെ ഏറ്റവും സാന്ദ്രമായ ഭാഷയിൽ വിന്യസിച്ച് ആസ്വാദനത്തിൽ വിസ്മയമാക്കുന്ന കഥകളാണ് ഒറ്റയാൾക്കൂട്ടത്തിലുള്ളത്. കൊയിലാണ്ടി ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആഘോഷഘട്ടത്തിൽ ചേർത്ത് പിടിക്കേണ്ടതിനെ മലയാളികൾ വിട്ടുകളയുന്ന രീതിയാണ് വർത്തമാനകാലത്ത് പല സ്ഥലത്തും പ്രകടമാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രശസ്തിക്കും പദവിക്കും ആഘോഷങ്ങൾക്കും പിന്നാലെ ഓടുമ്പോൾ പലപ്പോഴും കൂടെ കൂട്ടാൻ മറന്നു പോകുന്ന ഒന്നോ രണ്ടോ പേരാണ് ഈ അച്ഛനും അമ്മയും എന്നൊക്കെ പറയും. ഭാഷയിൽ നമ്മൾ കഥ എഴുതുന്നു, കവിത എഴുതുന്നു, ഉണ്ടാക്കുന്നു, പ്രസംഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ സംസ്കാരത്തെ, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ, നമ്മൾ ഉപജീവിക്കുന്ന ഭാഷയുടെ, നമ്മൾ മുഴുകിക്കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം പ്രകാശവത്തായ ഒരു സാംസ്കാരിക പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സാഹിത്യ നിരൂപകൻ കെ.വി. സജയ് പുസ്തകം ഏറ്റുവാങ്ങി. മധു കിഴക്കയിൽ പുസ്തകം വിശകലനം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ. സത്യൻ, ടി. അനിൽകുമാർ, ഇ. വിശ്വനാഥൻ, സി. കെ. ബാലകൃഷ്ണൻ, രവി എടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷാജി നാരായണൻ മറുമൊഴിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.